ഗൈസ്, ഞാൻ അജേഷ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബഹുമാനപ്പെട്ട CM വാഹനപ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാഗ്ദാനം നൽകിയിരുന്നു. മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഇന്നൊരു റിപ്പോർട്ട് കണ്ടു. MVD സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. ആരുടെയും അനുവാദമില്ലാതെ ചെയ്യാവുന്ന 18 തരത്തിലുള്ള മോഡിഫിക്കേഷൻസ്. ഈ റിപ്പോർട്ട് കണ്ട ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും മനസ്സ് തകർന്നു. റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സീറ്റ് കവറൊക്കെ ഭയങ്കര മോഡിഫിക്കേഷനാണല്ലോ. അതുപോലെ ഫ്ലോർ മാറ്റ് ഇനി മുതൽ എല്ലാവരും ഫ്ലോർ മാറ്റ് ഇടാം. പിന്നെ വന്നത് സ്റ്റിയറിംഗ് കവർ ഇട്ട് പൊളിക്കണം. പുതിയതൊരെണ്ണം മേടിക്കണം നാളെ തൊട്ട്. അതേമാതിരി ക്രോം ഫിനിഷ്, വണ്ടി ഫുള്ളിഞ്ഞ് ക്രോം ഫിനിഷാൽ അലങ്കരിക്കാൻ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഡോർ വൈസർ, പിന്നെ മഴയത്തൊക്കെ ഡോർ വൈസറൊക്കെ വെച്ച് സെറ്റാക്കാം, ഒരു തുള്ളി വെള്ളം അകത്തേക്ക് വീഴാൻ. പിന്നെ മഡ് ഫ്ലാപ്പ്, ഇനി ടയറുമേന്നുള്ള ചെളി ബോഡി മേക്കാവുന്ന പേടിയണ്ട. പിന്നെ ആംബിയൻസ് ലൈറ്റ് ഉള്ളിൽ നമുക്ക് പള്ളിപ്പെരുന്നാൾ സൃഷ്ടിക്കാം കേട്ടോ. അതേമാതിരി ഡാഷ് ക്യാമറ ഇത്രയും നാൾ ആരും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഈ പറയുന്നതൊക്കെ കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് വിടുന്നതാണ്. ഡാഷ് ക്യാമറയൊക്കെ എല്ലാവർക്കും അത്യാവശ്യമായ സാധനങ്ങളാണ്. ഏതൊരു അപകടാവസ്ഥയിലും നമുക്കൊരു തെളിവായിട്ട് വയ്ക്കുന്നത് അത് എത്രയോ നാളുകളായിട്ട് വണ്ടിയിൽ ഇൻബിൽറ്റായിട്ട് വരുന്ന സംഭവമാണ് ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ മുതലായവ. ഇതിൽ പറഞ്ഞതിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒന്നോ രണ്ടോ കാര്യം മാത്രമേ പറയാം. ബോഡി സ്റ്റിക്കർ, അതിപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് അടിപൊളി സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. അതേമാതിരി വരുന്നത് റൂഫ് കാരിയർ, അതും നല്ലൊരു കാര്യമാണ്. ഈ ഇടയ്ക്ക് പലർക്കും ഫൈൻ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ 18 എണ്ണത്തിൽ എനിക്ക് ഇപ്പം നല്ല ഒരു ഇതായിട്ട് വന്നത് ഈ 2 കാര്യം. ബാക്കിയൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് ഇത്ര ഹൈപ്പ് കൊടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞ് MVD ഒക്കെ ചെയ്തത്. ഇനി RCയിൽ മാറ്റം വരുത്തി ചെയ്യാവുന്നതെന്ന് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ നിറം മാറ്റൽ. അത് ഓൾറെഡി നിയമം ഉള്ളതല്ലേ. RCയിൽ ആരോഗ്യത്തിൽ നമുക്ക് അപേക്ഷ വെച്ച് നിറം മാറ്റാവുന്നതാണ്. അതേമാതിരി എൻജിൻ CNG, പിന്നെ ഭിന്നശേഷി സൗഹൃദ വാഹനം, ഷാസി ഫ്രെയിം മാറ്റൽ, അതിൽ ഇലക്ട്രിക് ആക്കാനുള്ള സംവിധാനം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ ആ ഒരു ഇത് മാത്രം. ബാക്കിയൊക്കെ ഓൾറെഡി ഉള്ള നിയമങ്ങളല്ലേ. നിങ്ങൾ വാഹനപ്രേമികളല്ല വണ്ടിപ്രാന്തന്മാരെ പൊട്ടനാക്കാൻ നോക്കുന്നതാണോ അതോ നിങ്ങൾ സ്വയം വില ഇല്ലാതാക്കുന്നതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഏതൊരു വാഹനപ്രേമിയും പറയാൻ ആഗ്രഹിക്കുന്നത്, വാഹനപ്രേമിയും CMൻ്റെ വാക്കിൽ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നുമല്ല. മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതുകൊണ്ട് ഇവിടെ എന്താണ് പ്രശ്നം? ഈ തീ തുപ്പുന്ന സൈലൻസറോ ആൾക്കാരുടെ ചെവി പൊട്ടുന്ന സൈലൻസറോ അതൊക്കെ ഒഴിവാക്കാം. അതേമാതിരി കണ്ണടിച്ച് പോണവരുത്തെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഇതൊക്കെ ഒഴിവാക്കാം. ചെറിയ ചെറിയ വണ്ടിയുടെ രൂപമാറ്റം വരുത്ത് മോഡിഫിക്കേഷൻ മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ ഇവിടെയുള്ള പ്രതിഭകളൊക്കെ ഉയർത്തിവിടും. എന്തിനാ വെറുതെ എന്താ പറയുക, സ്വയം വില ഇല്ലാതാക്കുന്ന MVD ഉദ്യോഗസ്ഥരാണോ?